ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഇത്തരത്തിലുള്ള ശ്രീമന്നാരായണീയത്തെയാണ് നാരായണീയ മധുരമായി കഴിഞ്ഞ 133 ദിവസങ്ങളിലായി ഇന്ന് 134 ദിവസം നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ദിനം ഒരു ശ്ലോകം എന്നുള്ള രീതിയിൽ ഇന്ന് 13ാമത്തെ ദശകത്തിൽ 6ാമത്തെ ശ്ലോകത്തെ നമ്മൾ വിചാരം ചെയ്യുന്നു. ഈ ശ്ലോകം ആദ്യം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, തുടർന്ന് ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയവും പാടി നമുക്ക് ഇന്ന് ഈ നാരായണീയ മധുരം നാരായണപാദങ്ങളിൽ സമർപ്പിക്കാം. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേനൽ കരകലിത ചക്രപ്രഹരണാൽ സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിതുദം സ്ത്വാം സമതനോൽ ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീം. കാലപ്രതിമരുഷി ദൈത്യേ തത ശൂലം വിസൃജതി ഏന കരകലിത ചക്രപ്രഹരണാൽ ത്വയി ഛിന്ദതി സാ ഖലു സമാരുഷ്ടേ ത്വാം മുഷ്ട്യാ വിതുദൻ ഗളന്മായേ ത്വയി ജഗന്മോഹനകരീ മായാ സമതനോൽ കില. ഇവിടെ കാലപ്രതിമരുഷി, ദൈത്യൻ അന്തകനെ പോലെ എന്നാണ്. കാലനെ പോലെ വരുന്ന ക്രുദ്ധനായ കാലപ്രതിമരുഷി, അന്തകനെ പോലെ ക്രുദ്ധനായി അസുരൻ
തതശൂലം വിസൃജതി. അപ്പോ ശൂലം എടുത്തു, ആ ഭഗവാൻ നേരെ അയക്കാനായിട്ട് ഒരുങ്ങി. ഇതിനെ, ആ ശൂലത്തെ, ഏനത് കരകലിത ചക്രപ്രഹരണാൽ ത്വയി ഛിന്ദതി. അപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചക്രം കൊണ്ട്, സുദർശന ചക്രം കൊണ്ട് അവിടുന്ന് മുറിച്ചു കളയുകയും ചെയ്തപ്പോ, ത്വയി ഛിന്ദതി സതി, അങ്ങനെ ചെയ്തപ്പോ സ ഖലു സമാരുഷ്ട, അവനോ കൂടുതൽ ദേഷ്യം വന്നു. അന്തകനെ പോലെ ദേഷ്യം വന്നു പറഞ്ഞാൽ തന്നെ നല്ല ദേഷ്യം. അവന്റെ ശൂലത്തെ ഭഗവാൻ തകർത്തെറിഞ്ഞപ്പോ സഖലു സമാരുഷ്ട ത്വാം മുഷ്ട്യാവിതുദൻ, അങ്ങയെ മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ വല്ലാതെ വേദനിപ്പിച്ചു തുടങ്ങി എന്നല്ല, മറിച്ച് മായാസമ്പർക്കമില്ലാത്ത അങ്ങയെ ഉദ്ദേശിച്ച് ലോകത്തെ അന്ധാളിപ്പിക്കുന്ന തരത്തിലുള്ള പല മായകളും കാട്ടാൻ ഒരുങ്ങുകയും ചെയ്തുല്ലോ ഗുരുവായൂരപ്പ. ഗളന്മായേ ത്വയി ജഗന്മോഹനകരീമായ സമതനോൽ കില എന്നാണ്. ഖലു മുഷ്ടിപ്രയോഗം അല്ലേ, എതിരാളിയെ വേദനപ്പെടുത്തും. പക്ഷേ ഭഗവാനുണ്ടോ വേദന? വേദസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. അപ്പോ ജഗന്മോഹനകരികളായ മായകൾ ഇവിടെയും ഫലപ്പെടും എന്ന് അസുരൻ വിചാരിച്ചു. എന്നാൽ മായാതീതനായിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് എന്തെങ്കിലും മായ നടക്കുമോ? അത് അറിയില്ല. അതുകൊണ്ടാണ് അവൻ മൂഢനായി തീർന്നത്. ഏതായാലും ആ ഭഗവാന് നേരെ ഇടിക്കാനും മായ കാണിക്കാനും ഒക്കെ തുടങ്ങി ഈ ഹിരണ്യാക്ഷൻ എന്ന അസുരൻ. ആ ശ്ലോകം നമുക്കൊരിക്കൽ കൂടി ചൊല്ലി പിന്നീട് ഭാഷാഗാനം ശ്രീഹരിയം പാടാം. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേനൽ കരകലിത ചക്രപ്രഹരണാൽ സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിതുദം സ്ത്വാം സമതനോൽ ഗളന്മായേ മായാസ്ത്വയി കില ജഗൻ മോഹനകരീ. നാരായണ 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 വരാഹമൂർത്തേ. പാഞ്ഞടുത്തു ശൂലവുമായി അസുരനോ അക്ഷണത്തിൽ, പാലാഴിനാഥനോ ചക്രം കൊണ്ടു തകർത്തു. മുഷ്ടി കൊണ്ടു അർച്ചനയും നടത്തിനാൻ ഹിരണ്യാക്ഷൻ, മായാരഹിതന്റെ മുന്നിൽ മായ കാണിച്ചു. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ നാരായണ വരാഹമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണനാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.